എടാ മോൻസ് നീ എന്താണ് ഇവിടെ? അയ്യോ ഓടോടോടോടോ എത്തി 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 കള്ളപ്പോട്ടനാ രക്ഷപ്പെടി അല്ലേ ഞാൻ ചത്തോ. പൊട്ടി അത് പൊട്ടി മോൻസ് അത് പൊട്ടിച്ചു. അയ്യോ ഇനി ഞാനെങ്ങനെ വീട്ടിൽ പോകും? ഇനി ഞാൻ ഏത് മാസത്തിനാണ് ഏത് ലോകത്താണോ പോകുന്നത്? കറണ്ട് പോന്ന്. അയ്യോ സിലിണ്ടർ എന്തോടാ ഇത്? എന്നാ 2000 years later. ഇതേതാ സ്ഥലം? തീ നാട്ടുകാരെ ഓടി വരണേ, എൻ്റെ വീട്ടിൽ തീ പിടിച്ചു. എൻ്റെ സ്പേസ്ഷിപ്പിൽ തീ പിടിച്ചു. എടാ തീ എങ്ങനെ അണയ്ക്കും? ഞാൻ വല്ലതും എന്തെങ്കിലും ചെയ്യണോ? തീയാണേടാ. അയ്യോ എന്നെ തീ പിടിച്ചേ. ഓ ഇതെടുക്കണം, എന്നിട്ട് എന്ത് ചെയ്യണം? ഓ ഇങ്ങനെ അയക്കണം. ഞാനാണ് ഫയർ ഫോഴ്സിൽ നിന്നും MC ആണ് സംസാരിക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ തീ പിടിച്ചു, തീ അണച്ച് 2 കോടി എനിക്ക് തരിക. ഓക്കെ തീ അണഞ്ഞു ഗൈസ്. ഇനി എന്ത് ചെയ്യണമാവോ? ഓക്കെ നമ്മൾ ടാബ് തുറക്കുന്നു. ടാബ് ചത്താ. ഓക്കെ നമ്മുടെ ടാബ് ലോഡിങ് ആവുന്നു. ഇതെൻ്റെ ഫോണിനൊക്കെ അടി സ്പീഡാണല്ലോ സ്വിച്ച് ഓഫ് ചെയ്ത് ഓണാവാൻ. ഈ ടാബിന് എത്ര രൂപയാവും? കൂടിപ്പോയാൽ 2 രൂപയല്ലേ? ഒരെണ്ണം വാങ്ങാം. ഓക്കെ ഇവന്മാർ എന്തൊക്കെയോ ബോണ്ട് എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. ടാബ് ഞാൻ ഓഫാക്കി. ഓ ഓ ഓ ഇങ്ങനെ നമുക്ക് ഇൻവെൻറ്ററി ഉപയോഗിക്കാൻ കഴിയും. ഇനി നമുക്ക് എന്ത് ചെയ്യണം? എടാ ഇവിടെ കറണ്ട് പ്രശ്നമുണ്ട്. ഇനി എനിക്ക് KCB കാരനാവണോ? ഇനി നമ്മൾ KCB കാരനാവും ഗൈസ്. നമുക്ക് പുറത്തിറങ്ങി നോക്കാം പുറത്തെ കാഴ്ചകൾ എങ്ങനെയാണ്, ഏത് ലോകത്ത് എത്തിയെന്ന്. ഓന്നോ എൻ്റെ സ്പേസ്ഷിപ്പ് മോനസ് കാരണം മോനസ് വരടാ അവൻ ചത്താ. അപ്പോൾ ഗൈസ് സംഭവം ഇതായിരുന്നു. ഞാൻ സ്പേസ്ഷിപ്പിൽ എനിക്കും മോനസ് വരുന്ന സ്പേസ്ഷിപ്പിൽ ഡ്രൈവിങ് കിട്ടിയത്, അതായത് ഓരോ ഷിഫ്റ്റായിട്ടായിരുന്നു. അപ്പോൾ എൻ്റെയും മോനസിൻ്റെ ഷിഫ്റ്റായിരുന്നു രാവിലെ. വിഷ്ണു ആണെങ്കിൽ വിഷ്ണു നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു, നൈറ്റ് ഡ്രൈവിങ്. ഞങ്ങൾ ഡേ ഡ്രൈവിങ്. അപ്പോൾ നൈറ്റ് ഡ്രൈവിങ് കഴിഞ്ഞാൽ പോയി. മോൻസാണെ പാട്ട് പാടിക്കൊണ്ട് നേരെ ക്രാഷിംഗ് ബട്ടണിൽ നിൽക്കിയപ്പോൾ ഒരു ഉൾക്ക വന്ന് ഇതിൽ പതിച്ചു. അത് പൊട്ടി ഇവിടെ വീണു. ഇനി എനിക്ക് അതിൻ്റെ അകത്ത് കയറി മോൻസ് ജീവനോടുണ്ടോ അതോ ഇതേപോലെ ഏതൊരു ക്യാപ്സൂർ കയറി ചത്തുപോയോ നീ കണ്ടുപിടിക്കണം. അപ്പം നമ്മൾ ഇതിൻ്റെ മിഷനാണ് മോൻസിനെ കണ്ടുപിടിക്കൽ, തിരിച്ച് വീട്ടിൽ പോകാൻ എങ്ങനെയും നോക്കൽ. ആൻഡ് ഈ നമുക്ക് സർവൈവ് ചെയ്യാൻ ഇവിടുത്തെ മീനെ പിടിച്ചിടണം. ഏത് മീനാണെന്നറിയില്ല, മത്തി അതിലെ വല്ലതും കിട്ടിയാൽ മതിയായിരുന്നു. സാർ എനിക്ക് ഇതിൻ്റെ അകത്ത് മത്തി എന്തായാലും ഉറപ്പായും കാണും. ഇത് നമ്മുടെ ഭൂമിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ വെള്ളമൊക്കെ കൊള്ളാം. മത്തി പോന്നു. മത്തി ഇതരജി കട അതിലെയാണാ? എടാ ഇത് ഏത് ജീവി? 2 കണ്ണുണ്ടല്ലോ. ഇത് ഞാൻ ഏത് ലോകത്താന്ന് ഫസ്റ്റ് നോക്കട്ടെ. എനിക്ക് ഏത് ലോകത്താന്നൊരു ഡൗട്ടുണ്ട്. ഞാനിത് ഏത് ലോകത്താ? സൂര്യൻ കാണുന്നുണ്ടെങ്കിൽ സൂര്യൻ ബട്ട് നമ്മുടെ ഭൂമിയിൽ സൂര്യൻ ഞാൻ ഏത് ലോകത്തായി എത്തിയേ? അവൻ്റെ അടുത്ത് അപ്പോഴേ പറയാതെ നിൽക്കല്ലേ, ഇപ്പം ഏതോ ലോകത്തെത്തി. എനിക്ക് ഈ ഭൂമി അറിയൂ, ഇത് ഏതാ ലോകമെന്ന് അറിയൂല. നമുക്ക് എന്തൊക്കെയോ ചെയ്യാറുണ്ട് ഗൈസ്. അപ്പം ഇത് നമ്മുടെ എസ്കേപ്പ് ക്യാപ്സ്യൂൾ. ഇതിലെ വഴിയാണ് ഞാൻ വന്നത്, ഇതിലെ വഴിയാണ് ഇത് പോകേണ്ടത്. ഇത് ബേസിക്കലി എനിക്ക് ഉറങ്ങാനും തിന്നാനും ഉള്ള ഇടമാണ്. അതെന്നെ പിച്ചക്കാരെ പോലെ എനിക്കൊരു ചെറിയ സ്ഥലവും. നമുക്ക് ഇതിൻ്റെ അകത്ത് കയറി ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ നോക്കണം. ഫസ്റ്റ് നമ്മുടെ ഇതൊന്ന് റിപ്പയർ ആക്കി എടുക്കണം. ഫസ്റ്റ് നമുക്ക് ഉണ്ടാക്കണം നമ്മുടെ റിപ്പയർ ടൂള്. എന്നാലും ഇത് വെട്ടം വരുമോ, അല്ലെങ്കിൽ ഈ രാത്രിയായിട്ട് തന്നെ ഇരിക്കും. അപ്പം നമുക്ക് വെട്ടം വരാനുള്ള സംഭവം ഉണ്ടാക്കണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് കയറി നോക്കണം. ഓക്കെ തൽക്കാലം നമുക്കൊരു മീൻ പൊരിച്ച് തിന്നാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിൽ പറ മീൻ പൊരിച്ച് തരാൻ. എൻ്റെ മീൻ പൊരിച്ച് ഞാൻ ആർക്കും കൊടുക്കൂല. ഫസ്റ്റ് നമുക്ക് വിഷ്ണുവിനെ കണ്ടുപിടിക്കണം. അവന് ഇത് ശരിയാക്കാൻ അറിയാം. മോൻസിനെയും ഇവന്മാർ 2 പേരും തട്ടിപ്പോയെങ്കിൽ അസ്തഗ്ഫിറുല്ലാഹ് അടുത്ത ഞാനാ. മോൻസിൻ്റെയും വിഷ്ണുവിൻ്റെ കാര്യം എനിക്ക് അറിയൂല. അതിൻ്റെ അകത്തുണ്ടായിരുന്നു വേറെ കുറേ ആൾക്കാരുണ്ടായിരുന്നു, അവരും ജീവനോടുണ്ടായില്ലെന്നറിയില്ല. നമ്മുടെ പിക്സൽ ഉണ്ടായിരുന്നു, അതായത് മുമ്പ് ഗോഡെന്ന് വെച്ച് നടന്ന ഒരുത്തൻ. അവനെ കാണുന്നില്ല, എല്ലാം ചത്തുവെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ രക്ഷപ്പെട്ട് ഭാഗ്യം നോക്കിയിട്ട്. അപ്പോൾ നമുക്ക് ആ റിപ്പയർ ടൂൾ ഉണ്ടാക്കണം. അപ്പോൾ അത് നോക്കാം. ഇതാണ് ആ റിപ്പയർ ടൂള്. ഇതെന്തോ ഈ സ്കാനിങ്. ഓക്കെ ഇത് റിപ്പയർ ടൂള്. റിപ്പയർ ടൂൾ മെയിനായിട്ട് നമുക്ക് ഈ 3 സാധനങ്ങളാണ് വേണ്ടത്. ഇത് നമുക്ക് പുറത്തുപോയി തപ്പണം. വാ
ഓക്കെ നമുക്ക് പുറത്ത് ഒരു ചാട്ടം ചാടി പോവാം. നമ്മുടെ സ്പൈഡർമാൻ്റെ ചാട്ടം എടുത്ത് ചാടിക്കോ. ഓക്കെ നമുക്ക് ഈ വെള്ളത്തിൽ നീതി കണ്ടുപിടിക്കാം. പോകുന്ന മീനൊക്കെ കയറി പിടിച്ചോ. ഒറ്റ കണ്ണുള്ള മീൻ, ഒരൊറ്റ കണ്ണേ ഉള്ളൂ. എനിക്ക് പല പല കണ്ണുകളുണ്ട്. ആ കണ്ണ് വെച്ചാണ് ഞാൻ ഈ കാണുന്നത്. ഓ ഇതെന്തോന്ന്? ഓ നമുക്കിങ്ങനെ പൊട്ടിക്കുമ്പോൾ ഓരോരോ ഐറ്റം കിട്ടും. ഇപ്പം എന്തോ കിട്ടിയേ? എനിക്കിപ്പോൾ കിട്ടിയത് എന്തുവാണ്? കോപ്പർ കിട്ടി. മൈൻക്രാഫ്റ്റ് ലെവലിലെ കോപ്പർ. ഇതിലും കുറേ ഓർസൊക്കെ ഉണ്ട്, അത് ചെണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് കാണിച്ച കുറച്ച് ഓർസൊക്കെ തപ്പണം. ഇവിടെ ഇടയ്ക്കൊരു സ്റ്റോൺ വല്ലതും കിടക്കും, അതിങ്ങനെ തപ്പിയെടുക്കണം. നിങ്ങൾക്ക് മണ്ടക്ക് കാണാൻ കഴിയുന്നുണ്ടാവും ഓക്സിജൻ. ഇതൊക്കെ നമ്മൾ സൂക്ഷിക്കണം, അല്ലെങ്കിൽ നമ്മൾ മയ്യത്തായി പോവും. ഓക്സിജൻ കുറഞ്ഞ് നമ്മുടെ ഫുഡ്, ഹെൽത്ത് എല്ലാം നമ്മൾ നോക്കണം. അപ്പം നമ്മുടെ ഓക്സിജൻ ഫുള്ളാക്കി വീണ്ടും താഴോട്ട് പോവുക. എന്നിട്ട് നമ്മൾ അന്വേഷിക്കുക. ഇത് സ്റ്റോണല്ലേടേ? അതിനകത്ത് സ്റ്റോണൊന്നും ഇല്ല. അന്ന കാര്യം നോക്കാം, സ്റ്റോൺ തപ്പാം. ഇവിടെ സൈഡിൽ വല്ലതും അതേപോലെ സ്റ്റോൺ വല്ലതും കാണും. ആ സ്റ്റോൺ പൊട്ടിച്ചെടുത്ത് നമുക്ക് അതുണ്ടാക്കണം. അപ്പോൾ മോൻസൊക്കെ ജീവനുണ്ടെന്നാണ് ഇപ്പോഴും എനിക്കറിഞ്ഞ വിവരം അനുസരിച്ച്. ഇതെന്തോന്ന്? ഓ കിട്ടി ടൈറ്റാനിക്. നമ്മുടെ അങ്ങനെ ഒരു സാധനം കംപ്ലീറ്റ് ആയി, ടൈറ്റാനിക്. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ ക്രാഫ്റ്റ് റെസിപ്പി എല്ലാം നോക്കിയിട്ട് വരാം എന്തൊക്കെ ആണെന്ന്. ഞാൻ അതിൻ്റെ അകത്ത് വന്നു. നമ്മുടെ സ്പേസ് ഷിപ്പ് വന്നിട്ട് ആ സാധനങ്ങളൊക്കെ നോക്കണം. അതേ പിന്നെ ചൂടായിക്കോളാം. നമ്മുടെ ഈ സംഭവം സൾഫർ അത് ഉണ്ടാക്കുന്ന സാധനമാണ്. ഈ കേവ് എന്തോ ഒരു സംഭവം. ഓ ഇതുണ്ടാക്കാൻ നമുക്ക് ഈ സംഭവം വേണം. അത് എവിടെ നിന്നിട്ടെന്ന് എനിക്ക് അറിയൂല, തപ്പേണ്ടി വരും. നമുക്ക് എന്തായാലും ഇത് പിൻ ചെയ്ത് വെച്ചേക്കാം. ഓക്കെ നമുക്ക് മണ്ടക്ക് കാണാൻ കഴിയുന്നുണ്ടാവും സൈഡിലായിട്ട്. നമുക്ക് ഇങ്ങനത്തെ സാധനം വേണം. അപ്പോൾ സിമ്പിളായിട്ട് തപ്പാൻ കഴിയും. ഞാൻ അവിടെ എന്തോ ഒരു ലോകം കണ്ട്. ഈ വെള്ളത്തിൽ കുറേ ലോകം ഉണ്ടല്ലോ ഇവിടെ. ഇതേ കണ്ട ആ ചെടി. ഈ ചെടിയുടെ അടുത്ത് പോയി നോക്കിയിട്ട് വരാം. ആ ചെടിയിൽ എന്തോ മഞ്ഞ കത്തുന്നുണ്ട്. ഇതാ മഞ്ഞക്കുള്ള സാധനം. ഇത് തന്നെ കറുത്ത അതേപോലെ ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മുറിച്ച് മാറ്റണം. ബട്ട് എൻ്റെ വിച്ചാത്തിയില്ല, അതാണ് വിഷയം. ഓക്കെ നമ്മൾ കൈവച്ച് ഇങ്ങനെ എടുത്തു, ഒന്നിലധികം എടുത്തു. ഓക്കെ അതും എടുത്ത്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് മറ്റേ ഒരു മഞ്ഞക്കളുള്ള സാധനം. അത് എവിടെ നിന്നിട്ടെന്ന് എനിക്കറിയൂല. വല്ല കേവിൻ്റെ അകത്ത് വല്ല മോണാണെന്നും എനിക്കറിയൂല. നമുക്ക് ഇത്തിരി വെള്ളത്തിൻ്റെ ഡീപ്പൊക്കെ തപ്പി നോക്കാം. കിട്ടായിരിക്കാം. ഇതെന്ത് ഡീപ്പാണ് ഇത്. അപ്പം ഇത് നമ്മൾ എന്താ പറയുന്ന സ്പേസ് ഷിപ്പിൽ നിന്ന് പൊട്ടി വീണാന്ന് തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്തും കുറേ സാധനങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട്. ആൻഡ് ഇവിടെ ഞാൻ എത്തിയത് അടുത്ത എന്തോ അയ്യോ എന്ത് സൗണ്ട്? അയ്യോ പൊട്ടി ശരിയില്ല, ചത്ത് മയ്യത്താവല്ലേ. MC നീ പ്രോയാടാ, ചാവല്ലേടാ. ഓക്കെ രക്ഷപ്പെട്ട്. കൈസ് എന്തോ ഒരു ജീവി വന്ന് പൊട്ടിയത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. ഇത് മോനസിൻ്റെ കൂട്ടാളിയാണ്. മോനസ് ഇതേപോലെ വല്ലപ്പോഴൊക്കെ ഒന്ന് ദേഷ്യപ്പെട്ട് പൊട്ടും. മോനസിൻ്റെ കൂട്ടാളി. ഓടാ രാത്രിയാടാ, പണി കിട്ടി. ആ മഞ്ഞക്കുള്ള ജീവി എവിടുന്നാ പൊട്ടി മുളച്ച്? ഓ തേണ്ട് ഈ കൂട്ടിലായിരിക്കും ആ മഞ്ഞ സാധനം. അത് തന്നെ. എനിക്ക് ഗെയിമിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാം. ചാവലടാ. നമുക്ക് തിരിച്ച് സ്പേസ് ഷിപ്പിൽ പോകാൻ. രാത്രിയായി. രാത്രി കാണാൻ കൊള്ളാം കേട്ടാ. നോക്കിക്കേ ഇതേതാ സംഭവം? ഇത് മ്യൂസിക് ആണോ? അയ്യോ മ്യൂസിക് എന്തോ പറയില്ല, മ്യൂസിക് അതെന്തോ സംഭവമാണ് കഴിച്ചത്. ഇതെനിക്ക് തോന്നുന്നത്, എൻ്റെ ഊഹം വെച്ച് തോന്നുവാണെങ്കിൽ അതല്ലടാ മൂണ്. അപ്പം ലോകോടെ എർത്തോടെ. അയ്യോ ഗൈസ് ഞാൻ ഏതൊരു പ്ലാനറ്റ് വന്നു. ആ പ്ലാനറ്റ് വെള്ളമുണ്ട്, ഓക്സിജൻ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പം ഫ്യൂച്ചറിൽ നമ്മൾ ഈ പ്ലാനറ്റിലായിരിക്കും വരാൻ പോകുന്നത്. എന്താ എൻ്റെ ഇതിനകത്ത് പോക ഇത്രയും വരുന്നേ? വല്ല പൊട്ടിത്തെറിക്കാൻ വല്ലതും പോവാണോ? ഓക്കെ നമ്മളങ്ങനെ ഇതിൻ്റെ അകത്ത് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. ബാറ്ററി ഉണ്ടാക്കല്ലേ, ഇതുണ്ടാക്ക്. ഓക്കെ നമ്മളതങ്ങനെ ക്രാഫ്റ്റ് ചെയ്തു. അങ്ങനെ നമുക്ക് ഇതുണ്ടാക്കാം. ഫൈനലി നമ്മൾ ആ റിപ്പയർ ടൂള് ഉണ്ടാക്കാൻ പോവാണ്. റിപ്പയർ ടൂൾ ഞാൻ ഉണ്ടാക്കി. ഓക്കെ ഇനി നമ്മൾ ഈ പിൻ ചെയ്ത സംഭവം കളയണം. അതെങ്ങനെ കളയുന്നേ? ഇതിനകത്ത് പോയിട്ട് പിൻ ചെയ്ത് അൺപിൻ. ഓക്കെ അൺപിൻ റെസിപ്പി. ഓക്കെ നമ്മുടെ ഈ റിപ്പയർ ടൂൾ വെച്ച് റിപ്പയർ ചെയ്യുന്നത് ഇങ്ങനെയാണ്. നമ്മൾ ഈ റിപ്പയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം കേട്ടോ. 50% റിപ്പയർ ആകുമ്പോൾ ഇപ്പോൾ കറണ്ട് വരും. കണ്ടോണേ ഇപ്പോൾ കറണ്ട് വരും. ഇനി നമുക്ക് വേണേൽ ഉറങ്ങാൻ, തിന്നാൻ, എന്ത് വേണേൽ ചെയ്യാം. എവിടെയോ കഴിയുന്നുണ്ട് ഗൈസ്.
ഓക്കെ, ഇനി റേഡിയോയും കൂടെ ശരിയാക്കാനുണ്ട്. ഓക്കെ, ഈ റേഡിയോ വഴി നമുക്കറിയാൻ കഴിയും നമ്മുടെ കൂട്ടുകാരന്മാരന്മാരോ ജീവനുണ്ട്. അത് ഈ കൂട്ടുകാരന്മാരിൽ ആരെങ്കിലും ജീവനോടുണ്ടാകുന്നത്, ലൈക്ക് മോനസ് ജീവനോടുണ്ടാകുന്നത് ഇപ്പോൾ അറിയാൻ കഴിയും. ഓക്കെ, ഇന്ന് മെസ്സേജ് വന്നിട്ടുണ്ട്. മെസ്സേജ് എടുക്കാം. മോനസ് അയക്കും. റേഡിയോ ദിസ് സൈനിങ്. ഓക്കെ, കണ്ടിന്യൂ മെഷീൻ. കൊള്ളാം കേട്ടോ. ഇത് വൈകിയേ രാത്രിയിൽ. എടാ ഇവൻ ഇങ്ങോട്ട് ഇങ്ങോട്ട് എഴുതടാ, എനിക്ക് ജീവിക്കണം. അല്ലല്ല ഇങ്ങോട്ടല്ല, അങ്ങോട്ട് പോവാ. മോനെ എങ്ങോട്ടാ നീ? ഞാനും വരട്ടെ. കൊള്ളാം കേട്ടാ. ഇത് നമ്മുടെ ലോകമാണെന്ന് തോന്നുന്നു. ഫ്യൂച്ചറിൽ ഇങ്ങനായി കാണും. സ്കാനർ, അതിനും നമുക്ക് റെസിപ്പി ഉണ്ട്. ഈ സ്കാനർ ഉണ്ടാക്കണം. അതിന് മുമ്പ് ബിച്ചാത്തി ഉണ്ടാക്കിയാലോ? ബിച്ചാത്തി ഉണ്ടാക്കാം. ടൈറ്റാനിക് വേണം. സ്കാനർ ഉണ്ടാക്കാം. ബാറ്ററി ടൈറ്റാനിയം. അപ്പോൾ അതിനുണ്ടാക്കാം. സ്കാനർ ഉണ്ടാക്കിയിട്ട് ബിച്ചാത്തി ഉണ്ടാക്കാം. അപ്പം നമുക്ക് പുറത്ത് കറങ്ങിയിട്ട് വരാം. ഈ രാത്രി വേണ്ട, രാവിലെ പോവാം. രാവിലെ എനിക്ക് പേടിയാണ് രാത്രി. വല്ല പ്രേതോ പിശാചോ വല്ല വന്നു കഴിഞ്ഞാൽ അവിടെ ഇരിക്കാൻ പറ്റൂല. പിന്നെ എന്തിനാണ് ഈ കസേര കൊണ്ട് വെച്ചിരിക്കുന്നത്? ഗെയിം തുടങ്ങിയപ്പോൾ ഒന്ന് ഇരിക്കാൻ തന്നു, പിന്നെ ഇരിക്കാൻ തന്നില്ല. കള്ളപ്പാട്ടികൾ. നമുക്കിപ്പോൾ തിന്നാം കൈസ്. തിന്നണം. തിന്നേണ്ട ടൈമേ. ഹെൽത്ത് വയ്യേ. ഈ വെള്ളത്തിന് ഞാൻ എന്ത് ചെയ്യും? വെള്ളം ആരെങ്കിലും എനിക്ക് കൊണ്ട് തരുമോ? എനിക്ക് വെള്ളം ഉണ്ടാക്കാനുള്ള റെസിപ്പി ഇല്ലാത്തതാണ്. ഓക്കെ, വെള്ളം ഉണ്ടാക്കാം. ഇത് ബ്ലേഷ്, ഇതെന്ന് തോന്നുന്നു. ഫിൽട്ടർ വാട്ടർ ഇൻസ്റ്റൻറ്റ് അൺനോൺ. ഗ്രാഫ്റ്റ് ലിഫ്റ്റ് ഫ്ലാഷ്. ഇതുണ്ടാക്കുന്ന സംഭവമാണോ? ഫ്ലാഷും ഉണ്ടാക്കണോ? അതെങ്ങനെ ഉണ്ടാക്കുന്നേ? ഈ സ്പ്ലാഷ് എന്നൊരു സംഭവമുണ്ട്, അതുണ്ടാക്കാൻ കഴിയും. അതെവിടെ ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയൂല. ഓ ഇതേണ്ട്. അതുണ്ടാക്കാൻ ഈ സംഭവം ഇത് എവിടെ നിന്ന് ഇട്ടുമാവൂ? അപ്പം നമ്മൾ വെള്ളം കിട്ടാതെ മരിക്കുമെന്ന് ഉറപ്പായി. ഈ രാത്രി തന്നെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങുവാണ്. ടൈറ്റാനിയം വേണം. ടൈറ്റാനിയം ഇല്ലേ? ടൈറ്റാനിയം ബാറ്ററി ഇതൊക്കെ തപ്പണം ഈ രാത്രി തന്നെ. കഷ്ടപ്പെടുന്ന കണ്ടോ ഗൈസ്? ലൈക്ക് അടിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. കഷ്ടപ്പാടിന് ടൈറ്റാനിയം ഇവിടെ കുറച്ച് സ്ട്രോങ് ഉണ്ടായിരുന്നു. അത് നീ ഇവിടെ പോയി നേർക്കറിയാം. ഈ രാത്രിയിലാണെങ്കിൽ കണ്ണും കാണുന്നില്ല, ഒന്നും കാണുന്നില്ല. ഓ രാവിലെ എന്നാൽ രാവിലെ ആവുന്ന വ്യൂ എനിക്ക് കാണണം. കുറേ നാളിട്ടാകും ഇന്ന ഗെയിമിൽ രാവിലെ ആവുന്ന വ്യൂ കാണണം. ഏതെങ്കിലും ഗെയിമിൽ രാവിലെ ആവുന്ന വ്യൂ ആണ് നല്ല രസം. നമ്മുടെ ഇതിൻ്റെ അകത്ത് വരുന്നതാണ്. എവിടുന്നാണ് സൂര്യൻ വരാൻ പോകുന്നത്? അവിടുന്ന്. ഓ ഏതാ? എടാ ഇത് മൊബൈൽ ഗെയിമാന്ന് പറയില്ല കേട്ടോ. ഈ കടലൊക്കെ അനങ്ങുന്ന വയ്ക്കേ. ബട്ട് എൻ്റെ സ്പേസ് ഷിപ്പ് കടലിൻ്റെ അനങ്ങുന്നില്ല, അതാണ് വിഷയം. നോ റിയലിസ്റ്റിക് ഫീച്ചർ. വാട്ടർ മാത്രം റിയലിസ്റ്റിക്, ബാക്കിയൊന്നും റിയലിസ്റ്റിക് അല്ല. കല്ലല്ല, ഇതെന്തോന്ന്? മുട്ടയോ? മുട്ട കിട്ടി. ആന മുട്ടയാണോ അതോ തേങ്ങ മുട്ടയാണോ? എടാ ഇതിൻ്റെ മുട്ടയടാ. ഏതോ ഒരു ജീവിയുടെ എഗ്ഗാണ് കഴിച്ച്. എനിക്ക് വായിക്കാനും കഴിയുന്നില്ല. അത് ഈ ഗെയിം മലയാളത്തിലായിരുന്നെ പൊളിച്ചേനെ. മലയാളം ഡയലോഗ്സ് ഒക്കെ പറഞ്ഞേന്. ഇതെന്തോന്നാന്ന് എനിക്കറിയില്ല. എനിക്ക് വീണ്ടും ഒരു മുട്ട കിട്ടി. അയ്യോ ചത്തടാ. അപ്പം അവിടെ എന്ത് സംഭവിച്ചെന്ന് എക്സ്പ്ലനേഷൻ ചെയ്തു തരാം. അതായത് നമ്മൾ ആ പോകുന്ന വഴിക്ക് മറ്റേ ആ പൊട്ടിത്തെറിക്കുന്ന ക്രീപ്പർ പോലത്തെ ഒരു മീനുണ്ടായത്, അതും അവിടെ ഉണ്ടായിരുന്നു. അത് വന്ന് നമ്മളെ പൊട്ടിത്തെറിച്ചാണ് ചത്തുപോയത്. നമ്മളങ്ങനെ ചത്തിരിക്കണു ഗൈസ്. ഫൈനലി ചത്തടാ. ഓക്കെ, നമ്മൾ തിരിച്ച് ജീവനോടെ വന്നു. നമുക്കെന്തോ ഒരു അപാരികമായ ശക്തിയുണ്ട്. നമ്മൾ ചത്ത് കഴിഞ്ഞാൽ വീണ്ടും ജീവനോടെ വരും. അപ്പോൾ നമ്മുടെ ഈ അവിടെ നിന്ന് കിട്ടിയ മുട്ട അങ്ങനെ പോയിട്ടുണ്ട് ഗൈസ്. മുട്ട ഞാൻ വിചാരിച്ച് ഇന്ന് ഓംപ്ലേറ്റ് ഉണ്ടാക്കാമായിരുന്നെന്ന്. ബട്ട് ഗെയിമാർ ആ ഓംപ്ലേറ്റ് എൻ്റെ കയ്യിൽ നിന്നും അകത്തി. ഇനി ഞാൻ എന്തോന്ന് കഴിക്കുമാവൂ? ഹൈ കല്ല്. ഫൈനലി ഞാനത് തപ്പി പിടിച്ചു. എനിക്കെന്തോ കിട്ടി. ടൈറ്റാനിയം. ഫൈനലി. ഇനി നമുക്ക് ആ സ്കാനറും അങ്ങോട്ട് ഉണ്ടാക്കാം. നമ്മളെ സ്പേസ് ഷിപ്പിൽ പോവാം. അങ്ങനെ നമ്മൾ ആ കല്ലും കണ്ടുപിടിച്ചിരിക്കണു ഗൈസ്. ഓക്കെ, ഞാൻ എൻ്റെ സ്പേസ് ഷിപ്പിലെത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്കത് ഉണ്ടാക്കാം. നമുക്ക് ബാറ്ററി ഉണ്ടാക്കേണ്ടി വരും. ബാറ്ററി. ഓക്കെ, ബാറ്ററി
ഓക്കെ, നമുക്കിനി സ്കാനറും അങ്ങനെ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് ഇവന്മാർ പറയുന്നത്. ഓക്കെ, ഈ സ്കാനറിൻ്റെ ഉപകാരം ഞാൻ പറഞ്ഞുതരാം വെയിറ്റ് ചെയ്യേ. ഞാൻ എൻ്റെ സ്കാനർ ഒന്ന് അൺപിന്നാക്കട്ടെ. ഓക്കെ, മണ്ടക്ക ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞുതരാം. ഈ സ്കാനർ ബേസിക്കലി നമ്മൾ നേരത്തെ കണ്ടില്ലേ ഇതിൻ്റെ സാധനം കുറേ സ്ഥലത്ത് വീണെന്ന്, അത് നമുക്ക് സ്കാൻ ചെയ്ത് അത് വെച്ച് നമുക്ക് ഓരോ സാധനം ഉണ്ടാക്കാൻ കഴിയും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷനോ എന്തെങ്കിലും ഉണ്ടെന്ന് ഈ സ്കാനർ വഴി അറിയാൻ കഴിയും. എന്നാലേക്ക് ബാറ്ററി വേണം, അത്രേ ഉള്ളൂ. അപ്പം നമുക്ക് നമ്മുടെ അങ്ങനത്തെ സാധനങ്ങൾ തപ്പി സ്കാൻ ചെയ്യണം, അതാണ് ഇതിന്. അപ്പം സ്കാൻ ചെയ്യുമ്പോൾ ഓരോ സാധനങ്ങളിലേക്കോ. ഇതിൻ്റെ അകത്തൊരു വണ്ടിയുണ്ട് ഗൈസ്, വണ്ടി. ആ വണ്ടി ഓടിച്ച് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോവാം. സുധി അണ്ണൻ വീഡിയോ ഇടുന്ന പോലെ ആയിരിക്കും ഞാനും ഇടുന്നത്. കാര്യം സുധി അണ്ണൻ്റെ വീഡിയോയിൽ നിന്നാണ് ഞാനിത് കോപ്പി അടിക്കുന്നത്. അപ്പോൾ സുധി അണ്ണൻ നാളെ കോപ്പിറൈറ്റ് ഇട്ടുതരും ചിലപ്പം. സുധി അണ്ണൻ ഈ വീഡിയോ കണ്ടാൽ സുധി അണ്ണൻ കോപ്പി ഇടത്തില്ല, സുധി അണ്ണൻ നമ്മുടെ ചങ്കാട്. അപ്പോൾ സുധി അണ്ണൻ 3ാമത്തെ എപ്പിസോഡ് ഇടുമ്പോൾ ഇതിൻ്റെ അകത്ത് 2ാമത്തെ എപ്പിസോഡ് വരും. അപ്പോൾ സുധി അണ്ണൻ്റെ കയ്യിലാണ് എൻ്റെ ചാനൽ. ഇവിടെ നേരത്തെ കറങ്ങാത്തപ്പോൾ ഒരു സംഭവം ഞാൻ കണ്ടായിരുന്നു. ഓക്കെ, ഇതെന്തോന്ന് ഓക്കെ, ഓക്സിജൻ ഈസ് ഫുൾഡ്. ഓക്കെ, നമുക്ക് ഇത്തിരി കറങ്ങിയാൽ നമുക്ക് ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. അതായത് ഇത് സ്കാൻ ചെയ്യണോ കയ്യിലെടുക്കണോ? ഓക്കെ, ഇത് നമുക്കെടുക്കാം. ഇത് കുറച്ച് മെറ്റീരിയലൊക്കെ കണ്ടുപിടിക്കുന്നത് നല്ലതാണ് ഗൈസ്, ശരീരത്തിന് നല്ലതാണ്. നമ്മളിങ്ങനെ ആടി അനങ്ങണം. ഇതിനൊക്കെ സ്കാൻ ചെയ്തിട്ട് എന്ത് കിട്ടും? ഇത് അവിടെ ഒരുത്തൻ എന്തൊക്കെയോ ഇവിടുന്ന് തൂറിയതാണെന്ന് തോന്നുന്നു ഗൈസ്. തൂറിയതായിട്ട് ഈ സ്ഥലം ഇപ്പോൾ ഫ്രഷായിട്ട് വേണ സാധനം ഞാൻ എടുക്കുന്നു. ഇപ്പോൾ ഫ്രഷായിട്ട് വേണേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് സ്കാനുള്ള സംഭവമുണ്ട്. ഇപ്പോൾ സ്കാൻ ചെയ്യാൻ കഴിയും. ഇത് സ്കാൻ ചെയ്യാൻ പറ്റൂലേ? അതെ, ഇതിൻ്റെ അകത്തുണ്ട്. ഇതിങ്ങനെ സ്കാൻ ചെയ്യാൻ കഴിയും. ഓക്കെ, നമ്മൾ ഈ 2 തപ്പുവാണ് നമുക്ക് എന്തോ ഒരു സംഭവം അൺലോക്ക് ആവും. അപ്പം നമുക്കിനി അത് അടുത്ത വീഡിയോ ചെയ്യാം. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പം ഞാൻ എൻ്റെ ബേസിൽ പോയിട്ട് ടാറ്റ ഇൻട്രോ അവിടെ എടുക്കാം. എല്ലാവരും വീഡിയോക്ക് ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ കൂടെ ഓണാക്കി വെക്കുക. അപ്പം നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നത് അതിൻ്റെ മണ്ടക്കെന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പം അടുത്ത വീഡിയോയിൽ നമ്മൾ മോഡ്സിനെങ്കിലും കണ്ടുപിടിക്കാൻ നോക്കും. മോഡ്സും വിഷ്ണുവും രണ്ടുപേരും ചത്തെന്നാണ് എൻ്റെ വിശ്വാസം. ചത്തെങ്കിൽ വീട്ടിൽ പോയി ബിരിയാണി നിന്നിട്ട് വരാം. അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് മോഡ്സിനെയും കണ്ടുപിടിക്കണം, വിഷ്ണുവിനെയും കണ്ടുപിടിക്കണം. പിന്നെ അതിനകത്തോടെ നേരെ കുറച്ച് കൂട്ടുകാർ ഞാൻ പറഞ്ഞില്ലേ, പിക്സൽ ഉണ്ടായിരുന്നു, അനേകം ഉണ്ടായിരുന്നു. അനേകം ഉണ്ടായിരുന്നു. അനേകൻ്റെ മെയിൻ ജോലിയായിരുന്നു എന്താ പറയുന്ന ഈ ക്യാപ്സൂലിൽ നിന്ന് അവനായിരുന്നു എല്ലാവരെയും വിട്ടത്. എന്നെ 5ാം നമ്പർ ക്യാപ്സൂലി ഇട്ട്. ഞാൻ എനിക്ക് നമ്പർ 4 മതിയെന്ന് അവൻ 5ാം നമ്പറിലോട്ടിട്ട്. അപ്പം അവനെയും തപ്പണം. അതേ റേഡിയോ എന്തോ കത്തുന്നു. അപ്പോൾ അടുത്ത വീഡിയോ നമ്മൾ ഈ റേഡിയോ നോക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും പോയിട്ട് അടുത്ത വീഡിയോ അനേകിനെ തപ്പണം. അനേകം ചത്തെന്നാണ് എൻ്റെ വിശ്വാസം.